ഓക്കെ, നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സിങ്ക്രണസ് മോഡ് കൗണ്ടേഴ്സാണ്. സിങ്ക്രണസ് മോഡ് കൗണ്ടേഴ്സാണ്. സോ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്നത് ഡിസൈൻ എ 3-bit അപ്പ് ഓർ ഡൗൺ കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ. അപ്പ് ഓർ ഡൗൺ കൗണ്ടർ, അപ്പോൾ അതിനകത്തൊരു മോഡ് യൂസ് ചെയ്യുന്നു. മോഡ് 0 കൊടുക്കാം, മോഡ് 1 കൊടുക്കാം. മോഡ് 0 കൊടുക്കുകയാണെങ്കിൽ അത് അപ്പ് കൗണ്ടറായിട്ടും മോഡ് 1 കൊടുക്കുകയാണെങ്കിൽ അത് ഡൗൺ കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് K മാപ്പിൽ നിന്ന് നമുക്ക് ഇക്വേഷൻസ് കിട്ടും. J1 K1, J2 K2, J3 K3 ഇക്വേഷൻ കിട്ടി. അതനുസരിച്ച് നമുക്കിവിടെ വരച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ അടുത്തിനി പഠിക്കാൻ പോകുന്ന മോഡ് കൗണ്ടേഴ്സാണ്. അപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്ന മോഡ് കൗണ്ടറാണ് മോഡ് 10 കൗണ്ടർ. മോഡ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതും ആവാം. മോഡ് 10 ആവാം, 6 ആവാം, 7 ആവാം, 8 ആവാം, ഏതും ആവാം. നമ്മളിപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്ന മോഡ് 10 ആണ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് BCD അല്ലെങ്കിൽ മോഡ് 10 കൗണ്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡിസൈനെ ഡെക്കേഡ് കൗണ്ടർ എന്നും പറയാറുണ്ട്, അല്ലെ BCD കൗണ്ടർ എന്ന് പറയാറുണ്ട്, മോഡ് 10 കൗണ്ടർ എന്ന് പറയാറുണ്ട്, അല്ലെ മോഡുലസ് 10 കൗണ്ടർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ T ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ള ചെയ്യാൻ പോകുന്നത്. T ആവാം, JK ആവാം, D ആവാം, SR ആവാം, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊടുക്കാം കേട്ടോ. അത് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യൻ ആണോ അതനുസരിച്ച് നമ്മൾ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം T ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ളതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മോഡ് 10 അല്ലേ. മോഡ് 10 എന്ന് പറയുമ്പം എത്ര ബിറ്റാ? 10 മീൻസ് നമുക്കറിയാം 10 എന്ന് പറയുമ്പം 10 പ്രാവശ്യം കൗണ്ട് ചെയ്യും അല്ലേ. അതായത് 0, 1, 2, 3, 4, 5, 7, 8, 9 വരെ. 0 തൊട്ട് 9 വരെ ആകുമ്പോൾ എത്ര പ്രാവശ്യം കൗണ്ടിങ് നടക്കും? 10 പ്രാവശ്യം കൗണ്ട് ചെയ്യും അല്ലേ. 10 പ്രാവശ്യം കൗണ്ട് ചെയ്യണമെങ്കിൽ 0 തൊട്ട് 9 വരെ എന്തായാലും കൗണ്ട് ചെയ്യണം. 9 വരണമെങ്കിൽ അത് എത്ര ബിറ്റിൻ്റെയാണ്? 2 ബിറ്റാണോ, 3 ബിറ്റാണോ, 4 ബിറ്റിൻ്റെ ആണോ എടുക്കണ്ടേ? 4 ബിറ്റ് അല്ലേ. 1001 വരെ കൗണ്ട് ചെയ്യണമല്ലോ. 4 ബിറ്റ് വേണം. അപ്പോൾ 4 ബിറ്റാണ് വേണ്ടതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. നമ്മൾ എടുക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതാണ്? T ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? എക്സൈറ്റേഷൻ ടേബിളാണ്. ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? T ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. സോ T ഫ്ലിപ്പ് ഫ്ലോപ്പിന് എക്സൈറ്റേഷൻ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0, 0, 0, 1, 1, 0, 1, 1. 0, 0 കൊടുക്കുമ്പം 0, 0, 1 കൊടുക്കുമ്പോഴും 1, 0 കൊടുക്കുമ്പോഴും 1 വരും. 1, 1 കൊടുക്കുമ്പോഴും 0 കിട്ടും. ഇതാണ് T ഫ്ലിപ്പ് ഫ്ലോപ്പിന് എക്സൈറ്റേഷൻ ടേബിൾ. സ്റ്റെപ്പ് 3യുടെ A പാർട്ട് എന്താണ്? സ്റ്റേറ്റ് ഡയഗ്രം വരയ്ക്കുക. ഇത് മോഡ് 10 കൗണ്ടറാണ് അല്ലേ. അപ്പോൾ 0 ആദ്യം എന്ത് വരണം? 0 വരണം, പിന്നെ 1 വരണം, 2 വരണം, 3 വരണം, 4 വരണം, 5 വരണം, 6 വരണം, 7 വരാം, 8 വരാം, 9 വരാം. 10 എണ്ണമായി. 9 കഴിഞ്ഞാൽ പിന്നെ തിരിച്ചവിടെ ചെല്ലണം, വീണ്ടും 0യിലോട്ട് പോകണം. അപ്പോൾ അതനുസരിച്ചാണോ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ കൗണ്ട് ചെയ്തു. 0 തൊട്ട് 9 വരെ കൗണ്ട് ചെയ്യുമ്പോൾ മൊത്തം എത്ര പ്രാവശ്യമാവും? 10 എണ്ണമായി. 9 കാണിച്ച് പിന്നെ അങ്ങോട്ട് പോകണം, 0യിലോട്ട് വീണ്ടും തിരിച്ച് ചെല്ലണം. 0 തൊട്ട് 9 വരെ ആവാം. 9 കഴിഞ്ഞ് വീണ്ടും തിരിച്ചവിടെ വരണം, 0യിലോട്ട് വരണം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 3B ഏതാണ്? അതാണ് ഈ എക്സൈറ്റേഷൻ ടേബിൾ അല്ലേ. ഇത് തൊട്ട് മേളിലാണ് വരച്ചേക്കുന്നതെന്നുള്ളേ. പ്രസൻറ്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്, പ്രസൻറ്റ് സ്റ്റേറ്റ് ഉണ്ട്, നെക്സ്റ്റ് സ്റ്റേറ്റ് ഉണ്ട്, എക്സൈറ്റേഷൻ ഇൻപുട്ട് ഉണ്ട്. പ്രസൻറ്റ് സ്റ്റേറ്റ് നമ്മൾ 4 ബിറ്റ് അല്ലേ. അപ്പോൾ Q3, Q2, Q1, Q0 വരെ ഞാൻ എടുത്തു. ഇവിടെ Q3 സ്റ്റാർ, Q2 സ്റ്റാർ, Q1 സ്റ്റാർ, Q0 സ്റ്റാർ, അത്രയും ഞാൻ എടുത്തു. ഇവിടെ T3, T2, T1, T0, മൊത്തം 4 എണ്ണം. ഓക്കെ, ഇവിടെ ഞാൻ T0 ആഡ് ചെയ്തു. ഇനി നിങ്ങൾ നോക്കിക്കേ, പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻറ്റ് ഇപ്പോൾ ഇനിഷ്യലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. 0 സ്റ്റാർട്ട് ചെയ്തേ. 0യുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് 1, 1-ലായിരിക്കുമ്പം 2-ൽ, 2 വരുമ്പം നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? 3 ആയിരിക്കും. 3-ലിരിക്കുമ്പം നെക്സ്റ്റ് സ്റ്റേറ്റ് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകേണ്ട ഏതാ? 3-ൽ നിന്ന് 4-ലേക്ക് പോകണം. 4-ൽ നിന്ന് വീണ്ടും 5-ലേക്ക് പോകണം. 5-ൽ നിന്ന് വീണ്ടും 6-ലേക്ക് പോകണം. 6-ലിരിക്കുമ്പം 7-ലേക്ക് പോകണം. 7-ൽ നിന്ന് 8-ലേക്ക് പോകണം. 8-ൽ നിന്ന് 9 വരെ പോകണം. 9-ൽ നിന്ന് വീണ്ടും എവിടെ ചെല്ലാൻ പാടുള്ളൂ? 0യിലോട്ട് പോവുക. ഇതാണ് മോഡ് 10. അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. ഓക്കെ, അപ്പോൾ 0 തൊട്ട് 9 വരെ പ്രസൻറ്റ് സ്റ്റേറ്റിൽ 0 തൊട്ട് 9 വരെ കാണിച്ചിട്ടുണ്ട്. ഇവിടെയോ 1 തൊട്ട് 0 വരെ കണ്ടോ. അപ്പോൾ 0യുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് 1, 1-ൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് 2. അപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്തു? വരച്ചു. ഇനി ഇവിടെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിനി ആവശ്യമില്ലാത്ത കുറച്ച് കണ്ടീഷൻസ് ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? 9 വരെ വന്നു, 9-ൽ നിന്ന് വീണ്ടും അവിടെ ചെല്ലുക, 0യിൽ ചെല്ലുക. ബാക്കി 10, 11, 12, 13, 14, 15 ഇത്രയും നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് ആവശ്യമില്ല. അതെല്ലാം ഇൻവാലിഡാണ്. വാലിഡായ ആൾക്കാർ ആരൊക്കെയാണ്? ഇവരാണ് വാലിഡായ ആൾക്കാർ. ഇവരെ നമ്മൾ പറയുന്ന പേരാണ് ഇൻവാലിഡ്. അപ്പോൾ അവർ ആവശ്യമില്ലാത്തതുകൊണ്ട് അവർക്ക് 10 ചെന്നാലും 11, 12, 13, 14, 15 ഒക്കെ വന്നാലും നമുക്ക് ഒന്നും കാണിക്കാൻ പാടില്ല, ഇൻവാലിഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഇങ്ങനെ കാണിക്കുക? ഡോൺ കെയർ ഇട്ട് കാണിക്കുക. അവരുടെ നെക്സ്റ്റ് സ്റ്റേറ്റിനെ ഡോൺ കെയർ ഇട്ട് കാണിക്കുക. ഉണ്ടോ? അപ്പം ഇപ്പോൾ 10 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റായിട്ട് ഡോൺ കെയർ 4 ഡോൺ കെയർ ഇട്ട് കൊടുക്കുക. 4 ബിറ്റല്ലേ. 10, 11, 12, 13, 14, 15 ഇത്രയും ബിറ്റുകൾക്ക് എന്ത് ചെയ്യുക? ഡോൺ കെയർ ആയിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് കാണിക്കുക.
ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുന്നത്? T3, T2, T1, T0 കണ്ടുപിടിക്കുകയല്ലേ ചെയ്യുന്നത്. T3 എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്? T3 കണ്ടുപിടിക്കണമെങ്കിൽ ആരെയൊക്കെ എടുക്കണം? ഈ Q3നെയും Q3 സ്റ്റാർ. T2 കണ്ടുപിടിക്കണമെങ്കിൽ Q2, Q2 സ്റ്റാർ. T1 ആണ് കണ്ടുപിടിക്കണമെങ്കിൽ Q1നെയും Q1 സ്റ്റാർ നോക്കണം. T0 കണ്ടുപിടിക്കുമ്പം Q0യും Q0 സ്റ്റാറും കണ്ടുപിടിക്കണം. ഓക്കെ, Q3 എടുത്തോ. ഈ Q3യും ഈ Q3 സ്റ്റാറും എടുക്കാൻ പോവാണേ. നോക്കിയാൽ 0, 0 Q3 0, 0 വരുമ്പം ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നോക്കുക. ഏതാ താഴെ? 0, 0 വരുമ്പോൾ ഏതാ? T ഫ്ലിപ്പ് ഫ്ലോപ്പിന് എക്സെപ്റ്റേഷൻ ടേബിളോട് നോക്കിയാൽ അറിയാം ഏതാണ്? 0 ആണ്. അടുത്തത് ഈ 0യും ഈ 0യും വരുമ്പം 0, ഈ 0യും ഈ 0യും 0, ഈ 0യും ഈ 0യും 0, 0, 0, 0. അങ്ങനെ ഇവിടം വരെ ഇത് 0 ആണ്. ഇവിടം വരുന്നത് ഈ 0 ഇവിടം വരെ 0 ആണ്. ഇവിടെ വരുമ്പോൾ നോക്കി, ഇവിടെ 0യും ഇവിടെ എന്താണ്? 1ഉം ആണ്. 0, 1 വരുന്ന സമയത്ത് എന്തായിരിക്കണം? T ഫ്ലിപ്പ് ഫ്ലോപ്പിന് എക്സെപ്റ്റേഷൻ ടേബിൾ 1 ആയിരിക്കണം അല്ലേ? ഇതിൽ എക്സെപ്റ്റേഷൻ ടേബിൾ ഉണ്ടോ? 0, 1 വരുന്ന സമയത്ത് 1 ആയിരിക്കണം. ദേ Q3 0 വന്നു. ഇവിടുത്തെ Q3 സ്റ്റാർ 1 വരുന്ന സമയത്ത് T3 എന്ത് വരണം? 1 വരണം. അടുത്ത് ഇവിടെ 1 വരുന്ന സമയത്ത് എന്ത് വരണം? 0 അല്ലേ വരണ്ടേ? 1 വരുന്ന സമയത്ത് ഇവിടെ Q3 1, Q3 സ്റ്റാർ 0 വരുന്ന സമയത്ത് 1 0 വന്നു. വീണ്ടും 1. ഇവിടെ നോക്കി 1ഉം ഡോൺ ഗിയറും വരുന്നത്. അപ്പം അങ്ങനെയുള്ള കേസുകൾ നമ്മൾ എന്ത് തന്നെ എടുത്താൽ മതി. ഇതെല്ലാം പിന്നെയും ഡോൺ ഗിയർ തന്നെയാണ് കേട്ടോ. ഈ ആവശ്യമില്ലാത്ത സ്റ്റേജിനെല്ലാം നമ്മൾ എക്സെപ്റ്റേഷൻ ഇൻപുട്ട് T3, T2, T1, T0യുടെ വാല്യൂ എന്ത് കൊടുക്കുക? ഡോൺ ഗിയർ തന്നെ കൊടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ? T3 കണ്ടുപിടിച്ചു. അടുത്ത T2 കണ്ടുപിടിക്കണം. T2 കണ്ടുപിടിക്കണമെങ്കിൽ ഈ Q2നെ ഈ Q2 സ്റ്റാർ നോക്കണ്ടേ. ഇവിടെ 0, 0, 0 വരുള്ളൂ. 0, 0, 0 വന്നു. അടുത്തത് 0, 0, 0 തന്നെ. 0, 1, 1 വരണം. 1 വരുന്ന സമയത്ത് 0 വരണം. 1 വരുന്ന സമയത്ത് 0 വരണം. 1 വരുന്ന സമയത്ത് 0, 10 വരുന്ന സമയത്ത് 1 വന്നു. 0, 0 വരുന്ന സമയത്ത് 0, 0, 0 വരുന്ന സമയത്ത് 0 വരണം. എക്സെപ്റ്റേഷൻ ടേബിൾ നോക്കിയിട്ടാണ് നമ്മൾ Tയുടെ വാല്യൂ എഴുതുന്നത്. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ള കേസിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി? ഡോൺ ഗിയർ കൊടുക്കാം. 9 വരെ മതിയല്ലോ. ബാക്കി അങ്ങനെ T1ഉം T0യും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്താ? കെ മാപ്പിലേക്ക് മാപ്പ് ചെയ്താൽ മതി. T0 എടുത്തേ. T0 നോക്കിക്കേ. T0 നിങ്ങൾക്ക് നോക്കിയായിരുന്നു. നമ്മൾ കെ മാപ്പിലേക്ക് മാപ്പ് ചെയ്യാൻ എടുക്കുന്ന ആരെയൊക്കെയാണ്? ഇതേതാ ഈ കോമ്പിനേഷൻ? ഇത് 0, ഇത് 1, ഇത് 2, 3, 4, ഇവിടെ 9, 10, 11, 12, 15 വരെ ഇവിടെയുണ്ട്. പ്രസൻറ്റ് സ്റ്റേറ്റ് മാത്രമേ നമ്മൾ കെ മാപ്പിൽ നോക്കുകയുള്ളൂ. പ്രസൻറ്റ് സ്റ്റേറ്റും ഇവിടുത്തെ വാല്യൂ എന്താണെന്നാണ് നോക്കുന്നത്. ആദ്യം ഞാൻ T0 ചെയ്യാൻ പോവുകയാണേ. പ്രസൻറ്റ് സ്റ്റേറ്റ് 0 തൊട്ട് എന്താ 15 വരെയല്ലേ അല്ലേ? ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, 6, 7 അല്ലേ? 7, 8, 9, 10, 11, 12, 13, 14, 15 വരെയുണ്ട് പ്രസൻറ്റ് സ്റ്റേറ്റ്. പ്രസൻറ്റ് സ്റ്റേറ്റിൽ 0 വരുമ്പം T0യിൽ എന്താ? 1. പ്രസൻറ്റ് സ്റ്റേറ്റ് 1 വരുമ്പം T0യിൽ 1. ഇപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പ്രസൻറ്റ് സ്റ്റേറ്റ് 0 തൊട്ട് 9 വരെ എന്താണ്? 1 അല്ലേ? 0 തൊട്ട് 9 വരെ 1 ആണ് T0 വരുന്നത്. ദെൻ 10 തൊട്ട് 15 വരെ T0 എന്താ വരുന്നത്? ഡോൺ ഗിയറാണ്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് മാപ്പ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മാപ്പ് ചെയ്യാൻ മേലെ. ഇതല്ലേ T0യുടെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ 1 തൊട്ട് 15 കിട്ടണമെങ്കിൽ 4 സെല്ലുള്ളത് വേണം അല്ലേ? അപ്പോൾ നോക്കി, നിങ്ങൾക്കറിയാം 1 ഇത് 0 ഇതല്ലേ? 0, 1ൻ്റെ സെല്ല്, 2ൻ്റെ സെല്ല്, 3യുടെ സെല്ല്, 4, 5, 6, 7, 8, 9 വരെ കണ്ടോ? 1. ബാക്കിയുള്ള എല്ലാം എന്താണ്? ഡോൺ ഗിയറാണ്. ഇത് നമുക്ക് ഒറ്റ ഗ്രൂപ്പാക്കി മാറ്റാമല്ലോ. അപ്പോൾ എന്ത് വരും? T0യുടെ വാല്യൂ 1 വന്നു. അടുത്തത് T1 നോക്കിക്കേ. ഇതാണ് T1 എന്ന് പറയുന്നത്. T1 0 തൊട്ട് 9 വരെ വരും. ബാക്കി എല്ലാം എന്താ വരുന്നത്? ഡോൺ ഗിയറാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നോക്കുക. 0യ്ക്ക് എന്താണ്? T1, 0യ്ക്ക് 0. അപ്പോൾ T1നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിരിക്കും കിട്ടുന്നത്. ഇതായിരിക്കും നമുക്ക് വരാൻ പോകുന്ന ഇക്വേഷൻ. Q3 ബാർ Q0 എന്ന് വരും. അടുത്തപോലെ T2, T3 വരെ ചെയ്യുക. നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇതാണ് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ. T3ക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനിയിപ്പോൾ വരയ്ക്കാമല്ലോ. 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ? T0, T1, T2, T3, 4 ഫ്ലിപ്പ് ഫ്ലോപ്പേ. Q0, Q0 ബാർ, Q1, Q1 ബാർ, Q2, Q2 ബാർ, Q3, Q ബാർ, 4 ഔട്ട്പുട്ടേ. ഇനി വരയ്ക്കാമല്ലോ. T0യുടെ വാല്യൂ എന്താ? 1. T0 1 കൊടുത്തിട്ടുണ്ട്. T1 എന്തായിരുന്നു? T1 എന്ന് പറഞ്ഞാൽ Q3 ബാർ Q0. അപ്പോൾ എന്ത് ചെയ്യുക? Q3 ബാർ എവിടെയാണ് കിടക്കുന്നത്? ഇതാ Q3 ബാർ. ഈ Q3 ബാറും എടുത്തിട്ടുണ്ട്. പിന്നെ ആരാ വേണ്ട? Q0 എടുത്തിട്ടുണ്ട്. രണ്ടുപേരെയും കൂടെ ഏത് കയറ്റി കൊടുത്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്തേക്കുമല്ലേ Q3 ബാറും Q0യും കൂടെ. Q3 ബാർ Q0 മീൻസ് ഏത് കയറ്റി കൊടുത്താൽ മതി? ആൻ കയറ്റി കൊടുത്താൽ പോരെ. Q3 ബാറിനെയും Q0യുടെ ആൻ കയറ്റി കൊടുത്താൽ അത് എന്തായി മാറും? T1 ആയിട്ട് മാറുന്നേ. അത് കൊടുത്തിട്ടുണ്ട്. അടുത്തത്
Q1 Q0 ആണ് T2 കൊടുക്കേണ്ടത്. T2 എന്ന് പറഞ്ഞാൽ Q1 ഉണ്ട് Q0 ഇവിടെ നിന്ന് എടുക്കണം. ഇങ്ങനെ കണക്ഷൻ എടുത്തിട്ടുണ്ട്. Q0 കൂടെയാണ് T2 T3 എന്ന് പറയും ഇവരാണ്. അപ്പോൾ Q3 Q0 എടുക്കണം, അത് AND ഗേറ്റ് കൊടുക്കുക. കണ്ടോ, Q3 Q0 AND ഗേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ Q2 Q1 Q0 അവരെ മൂന്നിനെയും കൂടെ ഒരു AND ഗേറ്റ് കൊടുക്കുക, ഇവർ രണ്ടും കൂടെ ഒരു OR ഗേറ്റ് കൊടുക്കുക. അപ്പം ഈ ഒരു ഫംഗ്ഷൻ മൊത്തം കിട്ടും. അതെന്ന് പറയുന്നതാണ് ആര്? T3. ഓക്കെ, അപ്പോൾ അതാണ് മോഡ് 10 കൗണ്ടർ. അടുത്ത മോഡ് 6 കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോഡ് 6 എന്ന് പറയുമ്പം എത്രയെ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ? 0. മോഡ് 6 എന്ന് പറയുമ്പം 0 1 2 3 4 5 വരെ മതി അല്ലേ? ഇപ്പോൾ എത്ര എണ്ണമായി? 1 2 3 4 5 6 എണ്ണം ഉണ്ട്. 6 എണ്ണം കൗണ്ട് ചെയ്തു. 0 തൊട്ട് 5 വരെ മതി. 5 വന്നു കഴിഞ്ഞാൽ വീണ്ടും എങ്ങോട്ട് പോകണം? 0 പോവുക. അതിനാണ് മോഡ് 6 എന്ന് പറയുന്നത്. അപ്പോൾ മോഡ് 2 ആണെങ്കിലോ? മോഡ് 2 എന്ന് പറഞ്ഞാൽ 0യും 1ഉം വരെ 2 എണ്ണം ആയല്ലോ. ഇനി മോഡ് 4 ആണെങ്കിലോ? മോഡ് 4 മീൻസ് മോഡ് 4 ആണെങ്കിലോ 4 പ്രാവശ്യം കൗണ്ട് ചെയ്യുക. 0 വരിക, 1 വരിക, 2 വരിക, 3 വരിക. അപ്പോൾ 4 എണ്ണം ആയില്ലേ? അതാണ് മോഡ് 4 എന്ന് പറഞ്ഞത്. 3 കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ തന്നെ വരണം, 0 തരണം. ഇത്രയും കാണിക്കാൻ പാടുള്ളൂ, ബാക്കിയൊന്നും കാണിക്കാൻ പാടില്ല. അതാണ് മോഡ് 4. അപ്പോൾ മോഡ് 6 എന്ന് പറയുമ്പോൾ കണ്ടോ, എത്ര ബിറ്റ് മതി നമുക്കവിടെ? 3 ബിറ്റ് പോരെ? 3 ബിറ്റിന് ആവശ്യമുള്ളൂ. കണ്ടോ, അപ്പം 0 1 2 3 4 5 വരെ മതി. 0 പ്രസൻറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 1. 1-ലിരിക്കുമ്പം 2-ൽ പോകണം, 2 3 ആവണം, 3 4 ആവണം, 4 5 ആവണം. 5 കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ തന്നെ ചെല്ലണം, 0 ചെല്ലണം. 6ഉം 7ഉം ഇവിടെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല, 2 ഇൻവാലിഡ് ആയ ആൾക്കാരാണ്. അപ്പോൾ 6ഉം 7ഉം വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊടുക്കുക, ഡോൺ ഗിയറിലേക്ക് കൊടുക്കുക. നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണമെന്നുള്ളത്. എത്ര നമ്പർ ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം മോഡ് 6 ചെയ്യാൻ വേണ്ടി? 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് മതി. 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മളിവിടെ JK വെച്ച് ചെയ്യാൻ പോവാം കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏത്? എക്സൈറ്റേഷൻ ടേബിൾ. ആരുടെ എക്സൈറ്റേഷൻ ടേബിളാണ് എനിക്ക് വേണ്ടതുകൊണ്ട്? JKയുടെ എക്സൈറ്റേഷൻ ടേബിൾ. 0 0 0 ഡോൺ ഗിയർ, 0 1 ഡോൺ ഗിയർ 1 1 0 1 ഡോൺ ഗിയർ 1 1 ഡോൺ ഗിയർ 0. മൂന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റേറ്റ് ഡയഗ്രാം. സ്റ്റേറ്റ് ഡയഗ്രാം കണ്ടോ, 0-ൽ 1 2 3 4 5 കഴിഞ്ഞാൽ വീണ്ടും എവിടെ വന്നിരിക്കുന്നു? 0 വന്നിരിക്കുന്നു. സ്റ്റേറ്റ് ഡയഗ്രാം കാണിക്കാം. അടുത്തത് നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്, എക്സൈറ്റേഷൻ ഇൻപുട്ട് വെച്ചിട്ടുള്ളത്. പ്രസൻറ്റ് സ്റ്റേറ്റ് എഴുതാമല്ലോ. 0 തൊട്ട് 7 വരെ എഴുതുക പ്രസൻറ്റ് സ്റ്റേറ്റ്. 0യുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാ? 1. 1 വന്നു കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് 2-ൽ ചെല്ലണം. 2-ലായിരിക്കുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് 3. 3-ലായിരിക്കുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് 4. 4-ലായിരിക്കുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് 5. 5 വന്നു കഴിയുമ്പോൾ വീണ്ടും എങ്ങോട്ട് പോകണം? നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? 0-ലോട്ടാണ് പോകേണ്ടത്. ബാക്കിയുള്ളതിനൊക്കെ എന്ത് കൊടുക്കുക? ഇൻവാലിഡ് കൊടുക്കുക. ഇനി അടുത്തത് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. J3 K3 J2 K2 J1 K1. J3യും K3 എഴുതണമെങ്കിൽ ആരെ നോക്കണം? ഈ Q3-നെയും ഈ Q3 സ്റ്റാറും. 0 0 വരുമ്പം 0 ഡോൺ ഗിയർ ഉണ്ടോ? 0 0 വന്നപ്പം വീണ്ടും 0 ഡോൺ ഗിയർ. 0 0 വന്നപ്പം 0 ഡോൺ ഗിയർ. 0 1 വന്ന സമയത്ത് ഇവിടെ നോക്കി അറിയാം, ഡോൺ ഗിയർ 1 ആണ് വരേണ്ടത്. 0 1 വന്ന സമയത്ത് ഇവിടെ ഡോൺ ഗിയർ 1. അതായത് ഇവിടെ എഴുതിയ മിസ്റ്റേക്ക് ആട്ടോ. ഡോൺ ഗിയർ 1 അല്ല, 1 ഡോൺ ഗിയറാണ് വരേണ്ടത്. 1 ഡോൺ ഗിയർ അല്ലേ 0 1 വരുമ്പം? അതായത് ഇവിടെ ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. ഇവിടെ എക്സൈറ്റേഷൻ ടേബിളിൽ അത് തിരിഞ്ഞു പോയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം 0 1 വരുമ്പം 1 ഡോൺ ഗിയർ, 1 0 വരുമ്പം ഡോൺ ഗിയർ 1 അങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങളിവിടെ നോക്കിക്കുക. അടുത്തത് 1 1 വരുന്ന സമയത്ത് ഡോൺ ഗിയർ 0. Q3 1 ആകുന്ന സമയത്ത് Q3 സ്റ്റാർ നോക്കുക. Q3 1 ആയപ്പം Q3 ഇവിടെ 1 0 1 0 വരുന്ന സമയത്ത് 1 ഡോൺ ഗിയർ അങ്ങനെ പോകും. പിന്നെ ഇവിടെ 1ഉം ഡോൺ ഗിയറും വരുന്ന സമയത്ത് Q3യുടെ വാല്യൂ 1ഉം Q3 സ്റ്റാർ ഡോൺ ഗിയർ സമയത്ത് നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഡോൺ ഗിയർ കൊടുത്താൽ മതി. ഇൻവാലിഡ് ആയ ആൾക്കാർക്കെല്ലാം എന്ത് കൊടുക്കുക? ഡോൺ ഗിയർ തന്നെ കൊടുക്കുക. 2 ഡോൺ ഗിയർ കൊടുക്കുക. J3 K3 എന്ത് തന്നെയാണ്? ഡോൺ ഗിയർ ആണ്. 1 ഡോൺ ഗിയർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമുക്ക് ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ. ഈ 1 ഡോൺ ഗിയർ വരുന്ന സമയത്ത് എന്ത് തന്നെ കൊടുക്കുക? 2 ഡോൺ ഗിയർ കൊടുക്കുക. 1 ഡോൺ ഗിയർ വരുന്ന സമയത്ത് ഡോൺ ഗിയർ കൊടുക്കുക. ഇതിനകത്ത് 1 ഡോൺ ഗിയർ ഉണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് J3 K3 J2 K2 J1 K1 കണ്ടുപിടിക്കാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? J3യുടെ ഇക്വേഷൻ K മാപ്പിലേക്ക് മാപ്പ് ചെയ്യുക, J1നെ മാപ്പ് ചെയ്യുക, J2നെ മാപ്പ് ചെയ്യുക, എല്ലാത്തിനെയും മാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. J1 1 കിട്ടി, K1 1 കിട്ടി, J2 Q3 ബാർ Q1, K2 Q1, J3 Q2 Q1, K3 Q1 ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരുപാട് വലുതുമല്ല, എന്നാൽ അത്യാവശ്യം ചെയ്യാനുള്ളത് കൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വരയ്ക്കുമ്പോൾ കാണാം. J1ഉം K1ഉം 1 ആയിട്ടല്ലേ വന്നത്? കണ്ടോ, J1ഉം K1ഉം 1 ആയിട്ട് കൊടുത്തു. പിന്നെ സിൻക്രണസ് ക്ലോക്കിന് കാര്യം മറന്നു പോകരുത്. ക്ലോക്ക് സിൻക്രണസ് ആയിട്ട് കൊടുത്തിരിക്കണം. എല്ലാത്തിനും നെഗറ്റീവ് എഡ്ജ് ക്ലോക്ക് തന്നെ കൊടുക്കണം. പരീക്ഷയ്ക്ക് ഒരുപാട് പേര് തെറ്റിച്ച് വരച്ചിട്ടുണ്ടായിരുന്നു.